ഇന്ന് വടകരയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും നടത്തിയത് സമരാഭാസമാണ്, ഗുണ്ടായിസമാണ്. ജനാധിപത്യ കേരളത്തിൽ കേട്ടുകേൾവിയുണ്ടോ? ഒരു വ്യക്തി ആരോപണ വിധേയനായാൽ അവനുമായി ചങ്ങാത്തമുള്ള ആൾക്കെതിരെ സമരം ചെയ്യുന്നത് കേട്ടുകേൾവിയുണ്ടോ? മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇന്നുണ്ടായിരിക്കുന്നത് ആഭാസകരവും കാണിച്ചത് ഗുണ്ടായിസവുമാണ്. മാത്രമല്ല, ഇതിനകത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരമൊരു ആഭാസ സമരത്തിന് CPM ശ്രമിക്കുന്നുണ്ട്, അതിൽ നിന്ന് പിന്മാറണം, അത് തീക്കളിയെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെതിരെ CPMൻ്റെ പ്രസ്താവന വന്നത് ഞങ്ങൾ അത്തരമൊരു സമരവും തീരുമാനിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരു സംഭവം നടക്കുമ്പോൾ CPM തന്നെ ഇവിടെ പോലീസിന് പകരം, നിയമ സംവിധാനത്തിന് പകരം CPM തന്നെ കേസെടുക്കുക, അവർ തന്നെ ചാർജ് ഷീറ്റ് സമർപ്പിക്കുക, അവർ തന്നെ ശിക്ഷ വിധിക്കുക. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതേതായാലും ഇന്നത്തെ കോഴിക്കോട്ട് നടക്കില്ല. ഷാഫി പറമ്പിനെതിരെ ഇന്ന് നടന്ന അതിക്രമത്തിലും അക്രമത്തിലും ഏറെ ശ്രദ്ധേയം ആ സമരക്കാരുപയോഗിച്ച വാക്കുകളാണ്. ഏറ്റവും മോശമായ പദങ്ങൾ, ഒരുപക്ഷെ സംസ്കാരശൂന്യമായ പദങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MPക്കെതിരെ ഈ ഗുണ്ടകൾ പ്രയോഗിച്ചത്. അതിലേറെ ഗൗരവം ഇത് പോലീസിൻ്റെ അറിവോടുകൂടിയായിരുന്നു. ഷാഫി പറമ്പിനെ തടയാൻ CPM ശ്രമിക്കുന്നുവെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആധികാരികമായി പ്രസ്താവിച്ചിരുന്നു. മാത്രമല്ല, ഷാഫി പറമ്പിൽ പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തടയുമെന്ന് മർമറിംഗ് ക്യാമ്പയിൻ നടത്തിയിരുന്നു ഈ ഗുണ്ടകൾ. അതറിഞ്ഞിട്ടും പോലീസ് MPക്ക് സംരക്ഷണ കവചം ഒരുക്കിയില്ല. അത് മാത്രമല്ല, ഈ സമരം നടത്താൻ അവർക്ക് മൗനാനുവാദം കൊടുത്തു. ഇത് പോലീസിൻ്റെ കൂടിയും പിന്തുണയോടുകൂടിയാണ് ഈ സമരാഭാസം നടന്നിരിക്കുന്നത്. ഇതേറെ പ്രതിഷേധാർഹമാണ്. ഇത് കോൺഗ്രസിനും UDFനും കയ്യും കിട്ടി നോക്കി നിൽക്കാൻ പറ്റിയ ഒന്നല്ല. നാളെ വൈകിട്ട് ഈ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഈ സമരാഭാസത്തിലുള്ള UDFൻ്റെ പ്രതിഷേധ സമരത്തിന് UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനത്തിന് നാളെ വൈകിട്ട്. മാത്രവുമല്ല, ഇതിങ്ങനെ തുടർന്നാൽ ഞങ്ങൾ ഒരു കാര്യം പറയാം, ഈ ജില്ലയിലെ പല ലോക്കൽ ബ്രാഞ്ച് ഏരിയ ജില്ലാ നേതാക്കളുടെയും പല ചരിത്രങ്ങളും ഞങ്ങൾക്കറിയാം. പല നേതാക്കളുടെയും ചരിത്രത്തിൻ്റെ നിറം ചുവപ്പല്ല, ഞാൻ നേരത്തെ ഉള്ള കറുപ്പാണ്. അവരുടെയൊക്കെ ഗ്രാമങ്ങളിൽ വന്ന് കോൺഗ്രസ് ഇത് വിളിച്ചു പറയും. അങ്ങനെ കോഴിക്കോട് രാഷ്ട്രീയ അന്തരീക്ഷം മലീമസമാക്കാൻ ഉള്ള ശ്രമം CPM ഉപേക്ഷിക്കണം.